നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നിഫ്റ്റി 8800-നരികെയാണ് ഈ വാരത്തിൽ എത്തിയത്. കഴിഞ്ഞ വാരം 8800-ലേക്കാണ് വിപണി നീങ്ങുന്നത് എന്ന സൂചന മാർക്കറ്റ് വാച്ചിലൂടെയും നൽകിയിരുന്നു. പൊതുവെ വിപണിയിൽ നിക്ഷേപ താൽപര്യം ഇപ്പോഴും തുടരുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോഴും വാങ്ങലുകാരായി തന്നെ വിപണിയിൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാർക്കറ്റ് വാച്ചിന്റെ ഈ ലക്കത്തിന്റെ ആദ്യം വിപണിയുടെ വരുന്ന നാളുകളിലെ സാധ്യതകൾ, പ്രത്യേകിച്ചും വരുന്ന ആഴ്ച വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പരിശോധിക്കും. തുടർന്ന് ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. പതുപോലെ ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഭുവനേന്ദ്രൻ, 8800 റേഞ്ചിലേക്ക് നിഫ്റ്റി എത്തിയിരിക്കുന്നു. ഒരു വലിയ പ്രതീക്ഷ നിക്ഷേപകർക്ക് വീണ്ടും നൽകുന്നു. സ്വാഭാവികമായിട്ടും പുതിയ ഉയരത്തിലേക്ക് വിപണി പോവുകയോ എന്നായിരിക്കും ആദ്യം എല്ലാവരും ചോദിക്കുക. എങ്ങനെയാണ് ആ ചോദ്യത്തിന് മറുപടി നൽകുക? ലാസ്റ്റ് 2 months ശേഷമാണ്, വലിയൊരു കാത്തിരിപ്പിന് ശേഷം നിഫ്റ്റി 8800 ബ്രേക്ക് ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. അതൊരു ലിക്വിഡിറ്റി ഡ്രോൺ ആയിട്ടുള്ള മാർക്കറ്റ്. ലാസ്റ്റ് വീക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് FISും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതാണ് ആ റൈഡിൻ്റെ ഒരു റീസൺ. അതേസമയത്ത് IT, ഫാർമ ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും വരും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും അത് അണ്ടർ പെർഫോം ചെയ്യാൻ തന്നെയാണ് സാധ്യത. പക്ഷേ വാല്യുവേഷൻ ഫെയർ ആയി തന്നെ മൂവ് ചെയ്യുന്നു. കുറച്ചുകൂടെ കറക്ഷൻ മോഡിലേക്ക് ITയും ഫാർമയും പോകാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും വോളറ്റിലിറ്റി മാർക്കറ്റിലുണ്ട്. വോളറ്റിലിറ്റി വീണ്ടും വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ലാസ്റ്റ് വീക്ക് 8700 വന്നതിന് ശേഷം വീണ്ടും 8542 ലെവലിലേക്ക് ഓൾമോസ്റ്റ് ഒരു 150 പോയിന്റിന്റെ 160 പോയിന്റ് ഡ്രോപ്പ് ഉണ്ടായി. വീണ്ടും അവിടെ നിന്നാണ് വീണ്ടും മൺഡേ ആ 8542 നിന്നാണ് വീണ്ടും റൈഡ് സംഭവിച്ച് 8800 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ഈ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ലിക്വിഡിറ്റി ഡ്രിവൺ ആണ് മാർക്കറ്റ്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണ്. കാരണം പല സ്റ്റോക്കിലും നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകി. അപ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഈ ലെവലിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സിനോട് ലാസ്റ്റ് 6 months ആയിട്ട് ഓരോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറക്ഷൻസും നല്ല ക്വാളിറ്റി സ്റ്റോക്സ് ഓൺ ചെയ്യാനുള്ള, ഞാൻ അഗൈൻ ആ വേർഡ് യൂസ് ചെയ്യാണ്, ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ പരിഗണിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്കും കറക്ഷൻ ഉണ്ടായി. ലാസ്റ്റ് 1 month ആയിട്ട് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു 200 to 300 പോയിന്റ്സിന്റെ മാക്സിമം നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ തന്നെ 200 to 300 പോയിന്റ്സിൽ അപ്പുറം ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നില്ല. അതേസമയത്ത് ഓരോ കറക്ഷനും വളരെ നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എഗെയിൻ അത് തന്നെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്ക് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ഇൻവെസ്റ്റേഴ്സ് കാണുക. കാരണം മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്തു പോകും. ഇത് ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. കാരണം നമ്മൾക്കറിയാം, മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ വലിയൊരു റൈഡ് സംഭവിച്ചു. അത് പ്യുവർലി ലിക്വിഡിറ്റി ഡ്രിവൺ ആയിരുന്നു. അതാണ് 9100 വരെ മാർക്കറ്റ് മൂവ് ചെയ്തു. അതിനുശേഷം നമുക്കറിയാം യൂറോപ്പ് ക്രൈസിസ്, ചൈനയുടെ സ്ലോ ഡൗൺ, അതിൽ ജപ്പാൻ സ്ലോ ഡൗൺ, ഇങ്ങനെയുള്ള ന്യൂസുകളുണ്ട്. ഒരവസരത്തിൽ മാർക്കറ്റ് 6800 വരെ വന്നിരുന്നു. ദെൻ വീണ്ടും മാർക്കറ്റിൽ റൈഡ് സംഭവിച്ചു. അതിനുശേഷം ബ്രെക്സിറ്റ് വന്നു. 7900 ലെവലിലേക്ക് മാർക്കറ്റ് പോയി. വീണ്ടും അവിടെ നിന്നാണ് ഈ ഒരു റൈഡ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് ന്യൂസുകൾ വീണ്ടും വരാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ അന്നും ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ക്രൈസിസ് സംഭവിക്കുമ്പോഴും ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷൻ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് മാർക്കറ്റ് വാച്ച് ഓരോ കറക്ഷൻസും വളരെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാനുള്ള ഒരു റീസൺ അത് തന്നെ. ഘട്ടത്തിൽ 8800 ലെവലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിപണി ഇനിയും ഉയരത്തിലേക്ക് പോകാനുള്ള സാധ്യത എങ്ങനെ കാണാം? തീർച്ചയായിട്ടും അതിന് ഇപ്പോഴത്തെ കറന്റ് ലെവലിൽ നിന്ന് ഇതൊരു ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. പക്ഷെ അതിന് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ ഫെയർ അല്ല. ഇപ്പോഴത്തെ എക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെ ഏർണിംഗ് ഗ്രോത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫെയർ വാല്യൂവിലല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കറക്ഷനുള്ള പോസിബിലിറ്റി സെപ്റ്റംബറോടുകൂടി വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ഓരോ കറക്ഷൻ സംഭവിച്ചാലും അതിനനുസരിച്ചുള്ള റൈഡും മാർക്കറ്റിൽ സംഭവിക്കും. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്കണോമി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ ഷേപ്പിലുള്ള ഒരു എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് ഫ്ലോ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഫ്ലോയുടെ ഒരു ഡ്രോപ്പ് സംഭവിച്ചാൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. പക്ഷെ വീണ്ടും ഫ്ലോ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് റിട്ടേൺ ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വേൾഡിൽ ഏറ്റവും നല്ല റിട്ടേൺ ഏത് രാജ്യത്ത് കിട്ടുമോ അങ്ങോട്ട് ഫണ്ട് വരും. അപ്പോൾ വിഡ്രോവൽ വന്നാലും ഫർദർ ഫണ്ട് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നല്ല സ്റ്റോക്ക് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓരോ കറക്ഷനും. ഈ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഫിയർ നമ്മളെ ഹോണ്ട് ചെയ്യും. കാരണം വീണ്ടും
പുതിയ പുതിയ ലോ വരാനുള്ള പോസിബിലിറ്റി അനലിസ്റ്റുകൾ പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് മുതിരാതെ നമ്മളും സെല്ലിംഗ് മോഡിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ എല്ലാ അനലിസ്റ്റുകളും ബൈ റെക്കമെൻഡേഷൻസ് കൊടുക്കും. വാല്യൂഷൻ കുറച്ച് ഹൈ തന്നെയാണ്. അപ്പോൾ ഒരു കോഷ്യസ് അപ്രോച്ച് ആണെന്നല്ല. ഞാൻ ലാസ്റ്റ് എപ്പിസോഡ് അതാണ് പറഞ്ഞത്. മാർക്കറ്റിൽ ആക്റ്റീവായി നിൽക്കുന്നവരെ സംബന്ധിച്ച് സെല്ലിംഗ് അഡ്വൈസബിൾ ആണ്. അതേസമയത്ത് അത്രത്തോളം ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് പോകും, പക്ഷെ അതിനിടയിൽ കറക്ഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് കൊടുത്ത കോട്ടക് മഹീന്ദ്ര എടുക്കുക, അതുപോലെ ഫോഴ്സ് മോട്ടോഴ്സ് എടുക്കുക, അമർ രാജ ബാറ്ററി, ഇതെല്ലാം 4% റിട്ടേൺ. ബാറ്റയ്ക്ക് 1%. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് കൊടുത്ത റെക്കമെൻഡേഷൻ പോലും 5 to 8% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കോട്ടക് മഹീന്ദ്രയൊക്കെ ഞാൻ അതുകൊണ്ടാണ് ഈ റാലിയിൽ അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് നമ്മൾ ഫോക്കസ് പോവുകയും ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം മാരുതി ആ ബ്രെക്സിറ്റ് വന്ന സമയത്ത് 3600 വരെ പോയ സ്റ്റോക്ക് ഇന്ന് 5000 എബോ ആണ്. അൾട്രാടെക്, ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെ എത്രയോ സ്റ്റോക്കുകൾ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതൊക്കെ നമ്മൾ വലിയൊരു മൾട്ടി ബാഗർ റിട്ടേൺ അല്ല, പക്ഷെ നമ്മളെ മുന്നിൽ കാണുന്ന സ്റ്റോറിയാണ് മാരുതിയും ടാറ്റ മോട്ടോഴ്സും റിലയൻസ് ഇൻഡസ്ട്രീസും ITCയും ഒക്കെ. അപ്പോൾ ആ സ്റ്റോക്ക് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു ടാസ്ക് അല്ല. അപ്പോൾ വലിയൊരു അനലിസ്റ്റ് ആകണ്ട, പക്ഷേ നമ്മുടെ മുന്നിൽ കാണുന്ന ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോവുക. ചിലപ്പോൾ വലിയ സ്റ്റോക്ക് ചൂസ് ചെയ്ത് മൾട്ടി ബാഗർ ആകാം, പക്ഷേ അത് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്. ഒരു കോമൺ പബ്ലിക്കിന് അത് സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇനിയും അതേ സ്ട്രാറ്റജി തന്നെ ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. മികച്ച സ്റ്റോക്കുകൾ ഈ സമയത്ത് ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ചും മികച്ച ലാഭം ഉണ്ടാക്കാനും മികച്ച റിട്ടേൺ ലഭിക്കുവാനുള്ള ഏറ്റവും സാധ്യത കൂടുതലും ഈ സെലക്റ്റീവായിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ തന്നെ. പ്രത്യേകിച്ചും വിപണിയുടെ ഈ ഗതിയിൽ അത്തരം സ്റ്റോക്കുകൾ പരമാവധി കൈവശം വയ്ക്കുന്നതാണ് ഒരു നിക്ഷേപകന് ഏറ്റവും ഉചിതമായ മാർഗം എന്നുകൂടി സൂചിപ്പിക്കുന്നു. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ഇടവേളയാണ്. അതിനുശേഷം ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ചത്തെ മെയിലുകളിലേക്ക് പോകുന്നു. ശ്രീ കെന്നത്തിന്റെ മെയിലാണ്. ഡെൽറ്റ കോർപ്പറേഷൻ, JMR, JC ഹൗസിംഗ് ഫിനാൻസ്, ഈ 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ ബൈയിങ് റേറ്റും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു സാധ്യത ചോദിക്കുന്നു. ഡെൽറ്റ കോർപ്പ് ഒരു റൈഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ തന്നെ മാർക്കറ്റ് വാച്ചിൽ റെക്കമെൻഡ് ചെയ്താണ്. നല്ല റൈഡ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. കുറച്ചുകൂടെ റൈഡിനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. ഒരു സീസൺ വരാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. 130 and 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 170 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 170 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ദെൻ GMRനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് റേറ്റും വളരെ ഹൈ ആണ്. അപ്പോൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഡൗൺ സൈഡ് റിസ്ക് GMRൽ കുറവാണ്. അതേസമയത്ത് വലിയൊരു റൈഡിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ ഓവറോൾ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. 70 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ GIC ഹൗസിംഗ് ഫിനാൻസ് ആണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. വാല്യുവേഷൻ ഫെയർ ആണ്. ഫണ്ടമെന്റലിയും ഈ സ്റ്റോക്ക് സൗണ്ട് തന്നെയാണ്. 290 and 250 രണ്ട് സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ വീണ്ടും സെപ്റ്റംബർ സീരീസിൽ ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത. ഇപ്പോൾ ലാസ്റ്റ് വീക്കൊക്കെ തന്നെ 2 ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിൽ വന്നു. അതാണ് മാർക്കറ്റ് വീണ്ടും റൈഡ് സംഭവിക്കാനുള്ള ഒരു റീസൺ. അതേസമയത്ത് തന്നെ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ GIC ഹൗസിംഗ് ഫിനാൻസ് ഒരു 250 ലെവൽ വരാനുള്ള സാധ്യത കുറവാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 290 ആണ്. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് വരാം. അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കാം. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന്റെ 3 സ്റ്റോക്കാണ്. കുറച്ചുകൂടെ പോർട്ട്ഫോളിയോയിൽ പുതിയ സ്റ്റോക്കുകൾ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ രാഹുൽ ശിവദാസിന്റെ കത്താണ് ദുബായിൽ നിന്നും. BPCL, ITC, സുന്ദരം മൾട്ടിപേപ്പർ, ഇൻഡിഗോ, ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. BPCLന്റെ വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 630 ആണ്. 550, 510 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ സുന്ദരം മൾട്ടി പേപ്പർ ഫണ്ടമെന്റലി സൗണ്ട് അല്ല. ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോക്ക് ബൈയിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ദെൻ ITC, FMCG കൺസ്യൂമറിലൊക്കെ തന്നെ ഒരു റൈഡിനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. അതിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് 240 ലെവൽ വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 220 and 240 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 275 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇൻഡിഗോ
ഇൻഡിഗോ ഓരോ കറക്ഷൻസും ഇൻഡിഗോയിൽ നല്ല വോളറ്റിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 850, 800 ലെവൽ വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 950 സ്റ്റോക്കിൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സ്റ്റോക്കിൽ വോളറ്റിലിറ്റി ഓരോ വീക്കിലും വരുന്നുണ്ട്. അപ്പോൾ ഓരോ കറക്ഷൻസും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. വീണ്ടും 850, 800 ലെവലിലേക്ക് വരികയാണെങ്കിൽ ബൈയിങ് സൈഡിൽ വരിക. 950 ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ഇത് ITC, ഇൻഡിഗോ, BPCL 3 സ്റ്റോക്കും ഫണ്ടമെന്റലി സൗണ്ട് ആണ്. അതിൽ BPCL ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ലാലുവിന്റെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് SP അപ്പാരൽസ്, യുഫ്ലെക്സ് ആൻഡ് വക്രാഞ്ചി. SP അപ്പാരൽസ് വലിയ ബ്രാൻഡാണ്, നമുക്കറിയാം, ക്രൊക്കോഡൈൽ ബ്രാൻഡാണ്. ഡെറ്റ് ചെറുതായി നിൽക്കുന്നു, പക്ഷേ വാല്യുവേഷൻ ഫെയർ വാല്യൂയിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 310 to 80 2 സപ്പോർട്ട് ലെവലാണ്. 350 ഒരു മേജർ റെസിസ്റ്റൻസ് തന്നെയാണ്. സ്റ്റോക്ക് ഫണ്ടമെന്റലി സൗണ്ട് ആണ്, പക്ഷേ ഡെറ്റ് കുറച്ച് കൂടുതലാണ്. ബ്രാൻഡും നല്ലതാണ്, അപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ദെൻ യുഫ്ലെക്സ് പാക്കേജിംഗ് സെക്ടറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഫർദർ ഇൻവെസ്റ്റ്മെന്റിന് ഈ സ്റ്റോക്ക് അഡ്വൈസബിൾ ആണ്. 220, 200. കാരണം ഇതൊക്കെ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻ, ഇപ്പോഴത്തെ റൈഡ് നമ്മൾ അതിൻ്റെ റിസൾട്ടുമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. കാരണം കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് സ്റ്റോക്ക് എല്ലാം മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു FISന്റെ വലിയൊരു ഫ്ലോ കൊണ്ട്, വലിയൊരു ഡിമാൻഡ് കൊണ്ടാണ് ഇപ്പോഴത്തെ റൈഡ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വാല്യൂ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും ഈ ലിക്വിഡിറ്റി ഡ്രിവൺ മാർക്കറ്റിൽ വീണ്ടും ഫണ്ടിന്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം ഈ മാർക്കറ്റിൽ റൈഡ് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ നമുക്കിതിന്റെ ഈ ഫ്ലോ എവിടെ നിൽക്കുന്നു ആ പോയിന്റിൽ നിന്ന് മാത്രമേ കറക്ഷൻ സംഭവിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലോബൽ കറക്ഷൻ സംഭവിക്കണം. ഗ്ലോബൽ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ ഫർദർ കറക്ഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നിൽക്കുക. കാരണം ലോങ് ടൈം വ്യൂവിൽ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്തു പോകും. അപ്പോൾ ഇതിൽ യുഫ്ലെക്സ് 220, 200, 275 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വക്രാഞ്ചി ഫണ്ടമെന്റലി സൗണ്ട് ആണ്, ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. അദ്ദേഹത്തിന്റെ 3 സ്റ്റോക്കിന്റെ സെലക്ഷനും നല്ലത് തന്നെയാണ്. ഫർദർ കുറച്ചുകൂടെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. വക്രാഞ്ചി 180, 160 2 സപ്പോർട്ട് ലെവലാണ്. 210 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ബാങ്കിങ് അതുപോലെ IT സെക്ടറിൽ അടുത്ത കറക്റ്റ് ചെയ്യാണ്. IT സെക്ടർ അത്രത്തോളം പോസിറ്റീവ് അല്ല. ഈ ഫാർമ സെക്ടറൊക്കെ വാല്യുവേഷൻ ഫെയർ ആണ്, പക്ഷേ കുറച്ചുകൂടെ കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. ബാങ്കിങ് സെക്ടർ വളരെ പോസിറ്റീവാണ്. ഓട്ടോമൊബൈൽ വളരെ പോസിറ്റീവാണ്. അതുപോലെ സ്റ്റീൽ സെക്ടർ, ഇതിലേക്കൊക്കെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഇപ്പോഴത്തെ കറന്റ് വാല്യൂവിലല്ല, അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സെക്ടർ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ചന്ദ്രനാഥൻ വയനാട് നിന്നാണ് അദ്ദേഹത്തിന്റെ മെയിൽ. അദ്ദേഹത്തിന് അറിയേണ്ടത് ലൂപ്പിൻ ഫാമ. ഇത് ലൂപ്പിൻ ഇപ്പോഴത്തെ കറക്ഷൻ റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലാണ്. പേഷ്യൻസോടുകൂടി ഈ സ്റ്റോക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. 1400 ദെൻ 1350 വീണ്ടും കറക്ഷൻ സംഭവിച്ചാൽ ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇമ്മീഡിയറ്റ് ഒരു മൊമെന്റം അത്രത്തോളം കാണുന്നില്ല ഈ സ്റ്റോക്കിൽ. കുറച്ചുകൂടെ എനിക്കൊരു 6 മന്ത്സിനുള്ളിൽ മാത്രമേ ഒരു റൈഡിനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുള്ളൂ. ചെറിയ അപ് മൂവ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം, പക്ഷേ ഒരു മേജർ അപ് മൂവിനുള്ള പോസിബിലിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നില്ല. 1600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പക്ഷേ ലൂപ്പിനെ സംബന്ധിച്ച് ഫണ്ടമെന്റലി സ്റ്റോക്ക് സൗണ്ടാണ്. അതിലുപരി ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഫെയർ ആണ്. അപ്പോൾ ഓരോ കറക്ഷൻസും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിലെ പഴയ കറക്ഷൻ, ഇപ്പോൾ ഇപ്പോഴത്തെ റൈഡ്, ഇപ്പോഴത്തെ ലൂപ്പിൻ അതിൽ ഇൻഫോസിസിന്റെ ഒക്കെ റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിഫ്റ്റി 7000 ലെവൽ നിൽക്കുമ്പോൾ പോലും ഇൻഫോസിസ് ഒക്കെ 1200 അതുപോലെ ലൂപ്പിൻ 1600 ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇത്രത്തോളം മാർക്കറ്റിൽ റൈഡ് സംഭവിച്ചിട്ടും ഫാർമ IT സെക്ടറൊക്കെ തന്നെ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അടുത്ത കറക്ഷനോട് കൂടി വീണ്ടും ഈ സ്റ്റോക്കിൽ റൈഡ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൂപ്പിൻ ഹോൾഡ് ചെയ്യുക. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ കുട്ടികൃഷ്ണൻ പുലാമന്തോൾ മലപ്പുറത്ത് നിന്നുള്ള മെയിലാണ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. പെരുമൽ എന്റർപ്രൈസസ്, ശ്രീറാം, IDFC ബാങ്ക്, L&T ഫിനാൻസ്, ടെക് മഹീന്ദ്ര, സൺഫാർമ, L&T, HDFC ലിമിറ്റഡ്, HDFC ബാങ്ക് ആൻഡ് ഫെഡറൽ ബാങ്ക്. ഫണ്ടമെന്റലി എല്ലാ സ്റ്റോക്കും സൗണ്ട്, നല്ല സ്റ്റോക്ക് സെലക്ഷൻ തന്നെയാണ്. ഇതിൽ പിരമൽ എന്റർപ്രൈസസ് വാല്യൂഷൻ ഫെയർ ആണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 1800 ആൻഡ് 1600 മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 2000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ശ്രീറാം ട്രാൻസ്പോർട്ട് ആണ്. വാല്യൂഷൻ വളരെ ഫെയർ ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. 1200 ആൻഡ് 1080 2 സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കണം. 1340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ IDFC ബാങ്ക് ആണ്. റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ വാല്യുവേഷൻ ഫെയർ ആണ്. 52 ആൻഡ്
44 ഉണ്ട്. സപ്പോർട്ട് ലെവൽ 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ L&T ഫൈനാൻസ് വളരെ ഒരു റൈഡ്, ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം പേഷ്യൻസോടുകൂടി 2 ഇയർ എനിക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചെറിയൊരു റിലീഫ് ലഭിച്ചിരിക്കുകയാണ്. സ്റ്റോക്കിൽ റൈഡ് സംഭവിച്ചു. ഫർദർ വീണ്ടും റൈഡിനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. 90 and 82 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 105 ആണ്. ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ 100 ആണ് പറഞ്ഞു. ഇപ്പോൾ കുറച്ചുകൂടെ മൊമെൻറ്റം പോസിറ്റീവായി 105 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ ടെക് മഹീന്ദ്ര കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വീണ്ടും 440 and 400 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ IT ഫാർമ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോയിൽ പെർഫോം ചെയ്തിട്ടില്ല, പക്ഷേ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. വാല്യൂഷൻ ഫെയർ ആണ്. 520 ആണ് ടെക് മഹീന്ദ്രയുടെ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ദെൻ സൺ ഫാർമ സെയിം സെക്ടർ. സൺ ഫാർമയും വാല്യൂഷൻ ഫെയർ ആണ്. 740 and 700 ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ. എനിക്ക് തോന്നുന്നൊരു 1 month ബാക്ക് 850 വരെ വന്നതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. നോർമലി എല്ലാ ഇൻവെസ്റ്റേഴ്സും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഈ സ്റ്റോക്ക് വീണ്ടും ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. 820 ആണ് സൺ ഫാർമിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ L&T ആണ്. L&Tയിലും അത്രത്തോളം ആക്റ്റീവായിട്ടുള്ളൊരു റൈഡ് നമ്മൾ കണ്ടില്ല, പക്ഷേ വാല്യൂഷൻ ഫെയർ ആണ്. അഗൈൻ 1400 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ദെൻ 1250 അത് വരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ L&T ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈവൻ കറണ്ട് ലെവൽ പോലും നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 1600 ആണ് ഒരു മൈനർ റെസിസ്റ്റൻസ് L&Tയിൽ. ദെൻ HDFC ലിമിറ്റഡ് ഒരു ലോങ് ടൈം സ്റ്റോറിയാണ്. HDFC ലിമിറ്റഡ് ഏത് ലെവൽ വേണമെങ്കിലും HDFC അതുപോലെ HDFC ബാങ്ക് ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. HDFC ലിമിറ്റഡ് 1350 and 1270 1500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ HDFC ബാങ്ക് 1200 1160 ഈ രണ്ട് ലെവൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 1320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ പോർട്ട്ഫോളിയോയിൽ അതുപോലെ ഫെഡറൽ ബാങ്കും ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല റിട്ടേൺ നമുക്കറിയാം. 42 ലെവൽ വരെ പോയതിന് ശേഷമാണ് റീസെൻ്റ് ആയിട്ട് ഈ സ്റ്റോക്ക് 70 ലെവലിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാല്യൂഷൻ ഫെയർ വാല്യൂവിലേക്ക് ഓരോ സ്റ്റോക്കിൻ്റെ വാല്യൂ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നിൽക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് ഫെഡറൽ ബാങ്ക് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ മൂവ് ചെയ്യുന്നത്. വീണ്ടും ഒരു കറക്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അഗൈൻ 64 and 60 ലെവൽ വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 75 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. വീണ്ടും ഫർദർ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. ഈ വാരത്തിൽ ടെലികോം വിപണിയിലുണ്ടായ വളരെ ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കാം. പ്രത്യേകിച്ചും റിലയൻസ് ജിയോയുടെ ലോഞ്ച് തിങ്കളാഴ്ച നടക്കുന്നു. വലിയ തോതിലൊരു ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു താരിഫ് റേറ്റുകളാണ് ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാവുന്ന ഒരു പ്രഖ്യാപനങ്ങൾ തന്നെയാണ് റിലയൻസിൻ്റെ ഭാഗത്തുണ്ടായത്. ഇത് രണ്ട് രീതിയിൽ മാർക്കറ്റിൽ റിലയൻസിൻ്റെ സ്റ്റോക്കുകളെ ഒപ്പം തന്നെ എയർടെൽ, ഐഡിയ പോലെയുള്ള മറ്റ് ടെലികോം കമ്പനികളുടെ സ്റ്റോക്കുകൾ ഏത് തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉള്ള കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു വലിയ ഇമ്പാക്റ്റ്. റിലയൻസ് പലപ്പോഴും അത് മാർക്കറ്റ് ഷെയർ പിടിക്കുക എന്നുള്ളൊരു മൂവാണ് അവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ക്യാഷ് റിച്ച് കമ്പനി ആയതുകൊണ്ട് അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു വലിയ മൂവ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കറക്ഷൻ ബാക്കി സ്റ്റോക്കുകളിലൊക്കെ തന്നെ കണ്ടു. ഇപ്പോൾ മുകേഷ് അംബാനി എടുത്തിരിക്കുന്ന വലിയൊരു സ്ട്രാറ്റജി തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ വലിയ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അതുപോലെ ക്യാഷ് റിച്ച് ആണ്. അതിലുപരി വലിയൊരു വിപ്ലവം തന്നെ ഈ സെക്ടറിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ചും അതൊരു വലിയൊരു മൂവിനുള്ള ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. വലിയൊരു വാർ തന്നെയാണ് വരുന്നത്. അതിൽ തീർച്ചയായിട്ടും മുകേഷ് അംബാനി വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു ഇപ്പോഴത്തെ റിലയൻസിൻ്റെ വാല്യൂഷനിൽ പോലും അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ എത്രത്തോളം സൗജന്യം ഡിസംബർ വരെ എന്ന് പറയുന്നു, പക്ഷെ അതൊരു വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അത്യധികമായി കസ്റ്റമേഴ്സിനാണ് ഇതിൻ്റെ ഒരു താൽക്കാലിക ഗുണമെങ്കിലും ലഭിക്കുക, പ്രത്യേകിച്ചും ഈ മൊബൈൽ കമ്പനികളുടെ യുദ്ധത്തിൽ എന്ന് വേണം വിലയിരുത്താൻ. മാർക്കറ്റ് വാച്ചിനിലേക്ക് അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ്ജ് ക്രിയേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.